ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനികാക്രമണത്തിൽ പാക് അധീന കശ്മീരിലെ 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യയുടെ തിരിച്ചടി. നീതി നടപ്പാക്കിയെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ സൈന്യം പ്രതികരിച്ചു. 26 നിരപരാധികളുടെ ജീവനെടുത്തതിന് ഇന്ത്യ ഭീകരർക്ക് കൊടുത്ത തിരിച്ചടിക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേര് നൽകിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വെറുമൊരു പേരല്ല, ഒരു സന്ദേശം കൂടിയാണ്. സിന്ദൂർ അഥവാ വെർമില്യൻ എന്നത് വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ അടയാളമാണ്. ഭർത്തമതിയായ ഹിന്ദു സ്ത്രീകൾ നെറുകയിൽ ചാർത്തുന്ന ചുവന്ന തിലകമാണ് സിന്ദൂരം. ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പഹൽഗാമിൽ കർണാടക സ്വദേശി മഞ്ജുനാഥിനും നേവി ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിനും നേരെ ഭീകരർ വെടിയുയർത്തിയത് ഭാര്യമാരുടെ കൺമുന്നിൽ വെച്ചാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഭർത്താവിനെ കൊന്നില്ലേ, തന്നെയും കൂടി കൊല്ലൂവെന്ന് പറഞ്ഞ മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവിയോട് നിന്നെ കൊല്ലില്ല, മോദിയോട് പോയി ആക്രമണത്തെക്കുറിച്ച് പറയൂ എന്നായിരുന്നു ഭീകരർ നൽകിയ മറുപടി. ഹണിമൂൺ ആഘോഷിക്കാനാണ് വിനയ് ഭാര്യ ഹിമാൻഷി നർവാളിനൊപ്പം കശ്മീരിലെത്തിയത്. വെറും 6 ദിവസത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ഹിമാൻഷിക്ക് ഭർത്താവിനെ നഷ്ടമായത്. വിനയ് നർവാളിൻ്റെ മൃതദേഹത്തിനരികിൽ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രം ഏവർക്കും മറക്കാനാകാത്ത നോവായി. ദിവസങ്ങൾക്ക് ശേഷം വിനയുടെ അനുസ്മരണ ചടങ്ങിൽ ഹിമാൻഷി പങ്കെടുത്തിരുന്നു. നെറുകയിൽ സിന്ദൂരമണിയാതെ നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരർക്ക് തിരിച്ചടി നൽകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റെന്ത് പേരാണ് നൽകുക എന്നാണ് രാജ്യമൊന്നാകെ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, രാജ്യത്ത് ഏറ്റവും അധികം സിന്ദൂർ കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കശ്മീർ. അങ്ങനെ നോക്കുമ്പോഴും ഈ പേര് അനുയോജ്യം തന്നെ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത്. സൈനിക ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകരകേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൽ മുജാഹിദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം. 80-ലധികം ഭീകരരെയാണ് വധിച്ചത്. നീതി നടപ്പാക്കി ജയ് ഹിന്ദ് എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.